ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സൗത്തൊക്കെ വിസിറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ വിടാൻ പോകുന്നത് നോർത്ത് സൈഡിലേക്കാണ്. ന്യൂസിലൻഡിൻ്റെ നോർത്ത് സൈഡായിട്ടുള്ള കേപ്രിങ്ക എന്നൊരു സ്ഥലമാണ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളുടെ ആശിഷും ഫാമിലിയും കൂടെ ഞങ്ങളോട് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും പോയി അടിച്ചു പൊളിച്ചിട്ട് വരുന്നത് ഏകദേശം ഒരു 500 കിലോമീറ്റേഴ്സ് വൺ സൈഡ് ഡ്രൈവ് ഉണ്ട്. അപ്പം വൺ നൈറ്റ് സ്റ്റേയും കൂടെ ഉള്ളൊരു ട്രിപ്പാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ പോകുന്ന വഴിക്ക് കാണാം. ബാ. City lights, we chase the thrill with every desire we've yet to fulfill. Caught in the frenzy, we dance in this way in the pursuit of more real fun. അങ്ങനെ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 120 കിലോമീറ്റേഴ്സ് കവർ ചെയ്തു. പോകുന്ന വഴിയിൽ നമ്മൾ മാംഗോഫൈ ബീച്ച് കാണാൻ വേണ്ടി നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. അടിപൊളി ഒരു ബീച്ചാണ്, ഒരു രക്ഷയില്ല. ഭയങ്കര വേവ്സും സർഫിംഗ് ആണ് ഇവിടുത്തെ മെയിൻ കേട്ടോ. ഭയങ്കര രസമാണ്. അപ്പം ഇവിടുന്ന് നമ്മൾ നേരെ ഇനിയും നമ്മുടെ എടുത്തിരിക്കുന്ന വീട്ടിലോട്ട് നമ്മൾ പോവുകയാണ്. പാഹിയയുടെ ഔട്ടറിൽ വരുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വീട് എടുത്തിരിക്കുന്നത്. അതിൻ്റെ വിശേഷമൊക്കെ പോകുന്ന വഴിക്ക് കാണിക്കാം. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഒരു 2.5 hours ഡ്രൈവും കൂടി ഇനി നമുക്ക് ബാക്കി കിടക്കുവാണ്. അപ്പോൾ ഇവിടെ എല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ പോവാം. City lights, we chase the thrill with every desire we've yet to fulfill. Caught in the frenzy, we dance in this way in the pursuit of more. We'll find our way with every chase in this endless race. In this game we'll play forever in the greedy way. In the hunger of the night we'll soar. Something more with every evil lead astray. അങ്ങനെ നമ്മൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത ഒരു ബ്രേക്ക് എടുത്താ. കാരണം ഇത്രയും ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പം ഒരു ചെറിയ മഴയും ഒരു തണുപ്പും ഒക്കെ. അപ്പം ഒരു കോഫി ബ്രേക്ക് എടുത്തു, ഒരു കോഫിയൊക്കെ മേടിച്ചു. ഇനിയും നമുക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂറുടെ ഡ്രൈവ് ഉണ്ട്. അപ്പം നമ്മൾ നേരെ ഇവിടുന്ന് വിടുകയാണ് നമ്മുടെ സ്റ്റേയിലോട്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ പോയിട്ട് കാണാം. Like a map with no borders, a whisper caught in the wind. I see her boots at the corner cafe with a notebook and a grin. She's chasing skies I've never named while I stay in my lane. But something in the way she അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന സ്റ്റേ ടോയിലാണ്. ഒരു രക്ഷയില്ല. അടിപൊളി. ഏകദേശം 7:30 ആയിരുന്നു ഞങ്ങളിവിടെ എത്തിയേ. രാവിലെ കാണിച്ചില്ല. ഭയങ്കര ഇരുട്ടാണ്. നേരെ വീട്ടിലോട്ട് ബാക്കി ഞങ്ങളാണ് വീട്. അങ്ങനെ നമ്മൾ Airbnb വഴി ബുക്ക് ചെയ്ത വീട്ടിൽ നമ്മളെത്തി. ഞാൻ വീട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു വിൻറ്റേജ് സ്റ്റൈലൊരു വീടാണ്. ഞങ്ങളത് കണ്ടുകൊണ്ടാണ് ബുക്ക് ചെയ്തത്. ഒരു പഴയ ഒരു സെറ്റപ്പാണ്, പക്ഷേ ഭയങ്കര രസമാണ് കേട്ടോ. നോർത്ത് സൈഡിലൊക്കെ ഇങ്ങനത്തെ വീടുകളാണ് കൂടുതലും ഉള്ളത്. നമ്മൾ Airbnb വഴി നോക്കിയപ്പോഴൊക്കെ ഇങ്ങനത്തെ വീടുകളാണ്. എന്തായാലും ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഒരു 2 bedroom ഹൗസാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല അടിപൊളിയാണ്. കുറേ വാൾ പെയിൻറ്റിങ്സും ഒക്കെ ആയിട്ട് കൂടുതലും വുഡൻ ഫർണിച്ചറുകൾ ഒത്തിരി ഉണ്ട് കേട്ടോ. അത് ഭയങ്കര രസമാണ് കാണാൻ, അടിപൊളി. പിന്നെ ഇവിടെ ടോയ്ലറ്റും വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെ നേരെ നമ്മൾ പോയിട്ട് നേരെ ഇവിടെ കുറേ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ. ഇതാണ് 2nd bedroom. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ് തന്നെയാണ്. നമ്മളെല്ലാം ഇവിടെ വന്നു. ഇപ്പം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എല്ലാവരും ഒന്ന് സെറ്റിലായി. എങ്ങനെയുണ്ട് വീടൊക്കെ? ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? സൂപ്പർ. എല്ലാവരും ഉണ്ട്. അടിപൊളി. അപ്പം നമ്മുടെ പുറത്തെ വ്യൂ കാണിച്ചു തരാം. But something in the way she moves keeps pulling at my chain. Oh, traveler, you carry the sun in your stride, leaving behind
chance. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇനിയിപ്പോൾ നമ്മൾ വൈകിട്ട് ഡിന്നറിന് വേണ്ടിയുള്ള പ്ലാനൊക്കെയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ചിക്കൻ മാരിനേറ്റ് ഒക്കെ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓവൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. നല്ല തണുപ്പുള്ളതുകൊണ്ട് ഔട്ട്ഡോർ ഗ്രില്ല് നമ്മൾ വേണ്ടാന്ന് വെച്ചു. നല്ല തണുപ്പാണ്. അതുകൊണ്ട് നമ്മൾ ഇൻഡോറിൽ ഗ്യാസിലുള്ള ഗ്രില്ല് നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ തുടങ്ങുവാണ് പരിപാടി. She moves like a map with no borders, a whisper caught in the wind. I see her boots at the corner cafe with a notebook. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ സ്റ്റേ അടിപൊളിയാണ് കേട്ടോ. ശരിക്കും ഉറങ്ങി അറിഞ്ഞില്ല. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ഇവിടുത്തെ ഒരു വ്യൂ കാണുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാം വ്യൂ. ഒരു കോഫിയൊക്കെ ആയിട്ട് നേരെ പുറത്തോട്ട് പോയാണ്. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പണിനെക്കാട്ടും തണുപ്പ് കുറച്ച് കൂടുതലാണ് ഇവിടെ. അപ്പം ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എഴുന്നേറ്റോ? എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ ഉറക്കമൊക്കെ? ഇഷ്ടപ്പെട്ടോ? രാവിലത്തെ നമ്മുടെ വീടിന്റെ വ്യൂ എങ്ങനെയുണ്ട്? യെസ്, കണ്ടോ? ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. രാവിലെ ഞങ്ങൾ എഴുന്നേറ്റപ്പം തന്നെ ഉള്ള ഒരു വ്യൂ, ആ ഡോറ് തുറക്കുമ്പോൾ ഉള്ള വ്യൂ ഒന്നും രക്ഷയില്ല. അത് തന്നെയാണ് ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഞങ്ങളത് കണ്ടുകൊണ്ട് തന്നെയാണ് ഈ വീട് ബുക്ക് ചെയ്തത്. സൂപ്പർ. അങ്ങനെ നമ്മൾ കേപ്രിങ്ക ട്രിപ്പിൽ നമ്മൾ ഇടയ്ക്ക് സ്റ്റേ ചെയ്ത മട്ടാവൂരി ബേ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അവിടുത്തെ ഒരു ഷെറേഴ്സ് കോട്ടേജ് എന്ന് പറഞ്ഞ കോട്ടേജാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത് Airbnb ത്രൂ. ഇന്നലെ നൈറ്റ് നമ്മൾ ഇവിടെ ആയിരുന്നു. ഒരു വിൻറ്റേജ് സ്റ്റൈലിലുള്ള ഒരു വീടായിരുന്നു, കോട്ടേജായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല വൈബായിരുന്നു. എല്ലാവരും നല്ലതായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ നേരെ കേപ്രിങ്കയിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. രാവിലെ ഇപ്പോൾ ഏകദേശം 10 മണിയായി. നമ്മൾ പോവുകയാണ്. ബാക്കി കേപ്രിങ്കയിലെ വിശേഷങ്ങളൊക്കെ പോകുന്ന വഴിക്ക് കാണാം. അപ്പോൾ പോവാം, ബാ. ഇത് ആശിഷ് ഇതായിരുന്നു സ്ഥലം ഏതായിരുന്നു? ഓക്കെ, കെയ്യോ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ടൗണാണ് കേട്ടോ. ഇവിടെ വന്ന് ഞങ്ങളിങ്ങനെ ഗ്യാസൊക്കെ അടിച്ച് ഫ്യൂലൊക്കെ അടിച്ചിട്ട് പോകാൻ വേണ്ടി നിൽക്കുക. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടുന്ന് വിടുക. വിട്ടാലോ? കേപ്രിങ്കയ്ക്ക് പോകുന്ന വഴിക്ക് നമ്മൾ നല്ല സ്പോട്ടുകളൊക്കെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തൊന്ന് 2 ഫോട്ടോയൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഒന്ന് ഇറങ്ങി ഒന്ന് കണ്ടിട്ടൊക്കെ പോകുന്നുള്ളൂ. അപ്പം പോകുന്ന വഴിക്ക് കണ്ടൊരു ചെറിയൊരു സ്പോട്ടാണ് ഇതാ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല സ്ഥലങ്ങളാണ് കേട്ടോ പോകുന്ന വഴി. കേട്ടോ, ഷാരനും ജാഫത്തും കൂടെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുക. നല്ല രസമുള്ള ഒരു ഒരു പോണ്ട് പോലത്തെ ഒരു സംഭവം. അടിപൊളി.
ചേട്ടനെ ഹായ് പറഞ്ഞേ. ഹായ്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് കേപ്രിങ്കയുടെ അടുത്തോട്ട് എത്തി. ഇനി ഒരു 70-75 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഇത് ലാസ്റ്റ് ടൗൺ ആണ്. പുക്കിനോയി എന്ന് പറഞ്ഞൊരു ടൗൺ ആണ് നമ്മുടെ ലാസ്റ്റ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ റിമോട്ട് ഏരിയയാണ്. അപ്പോൾ നമുക്ക് ഗ്യാസൊക്കെ ഫ്യൂലൊക്കെ അടിക്കണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് അടിക്കാൻ പറ്റുന്ന ഒരു ഗ്യാസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ ചെറിയൊരെണ്ണം ഇവിടെ ഉണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് ലാസ്റ്റ് അടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടുന്ന് ഫില്ല് ചെയ്തുകൊണ്ട് പോകണം. ഇത് കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് സ്റ്റേഷൻസ് ഒന്നുമില്ല. ഇവിടെയാണ് പിന്നെ ചെറിയൊരു റെസ്റ്റ് റൂമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒന്ന് ഫ്രഷ് ആയിട്ട് വിടാം. ഇവിടെ നിന്ന് പിന്നെ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നേരെ കേപ്രിങ്കയാണ്. പിന്നെ നമുക്ക് തിരിച്ചും വരണ്ട. അതുകൊണ്ട് ഫ്യൂവലൊക്കെ ഇവിടുന്ന് തന്നെ ഫില്ല് ചെയ്തുകൊണ്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളോട് കാണിച്ചു തരാം. Day we push away, never stop, we find our way. Move so fast, we make it last. Chasing time, it's running past. We race the sun, no time to stray. Burning bright, we light the day. Through the fire, come what may. Keep the rhythm all the way. Clocks tick loud, the world won't wait. Every step decides our fate. Hearts on fire, no room for doubt. In this race, we're breaking out. We race the sun, no time to stray. Burning bright, we light the day. Through the fire, come what may. Keep the rhythm all the way. Feet hit the ground, the pulse is strong, chasing the echoes all along. No looking back, no turning round. The thrill of life is what we found. We race the sun, no time to stray. Burning bright, we കേപ്രിങ്കയിലെത്തി. ഇനി നേരെ ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടി നടക്കുകയാണ്. ചെറിയ ഒരു ചാറ്റൽ മഴയുണ്ട്. പക്ഷേ എന്തായാലും നമ്മൾ കാണാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഇവിടുത്തെ ലൈറ്റ് ഹൗസ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് നടക്കുക. കുറച്ച് നടക്കാനുണ്ട്. നമ്മുടെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്. നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മളെല്ലാവരും കൂടെ ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടി ഇവിടെ നിന്ന് നമ്മുടെ പാർക്കിംഗ് ഏരിയ എന്നൊരു ഏകദേശം ഒരു 10 minutes walk ഉണ്ട്. നമുക്ക് താഴോട്ട് നടക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ താഴോട്ട് നടന്നുകൊണ്ടിരിക്കുക ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടി. രാവിലത്തെ ഞങ്ങൾ അവിടെ പോയിട്ടുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. താഴോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാ കേട്ടോ, അവിടെ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. അവിടെ വരെ നമ്മൾ നടന്നു പോകണം. അപ്പം ഇങ്ങനെ നമ്മൾ നടന്ന് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. Jadu, how is it? You enjoy? Good? Yeah. Diamonds in the night, I was standing side by side as a shadow crosses mine. What it takes to come alive. It's the way I'm feeling now. അങ്ങനെ ഫൈനലി ഞങ്ങൾ ആഗ്രഹിച്ച ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള കേപ്രിങ്കയിലെ ലൈറ്റ് ഹൗസിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ചുറ്റിനും കടൽ, നോർത്തിൻ്റെ എൻഡ്
ആണ് ഈ കേപ്രിങ്ക ഉള്ളത്. ഒരു ബ്യൂട്ടിഫുൾ സ്ഥലം. നടന്ന് ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വാവ്, സി, ഇതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ്. ചുറ്റിനും കടൽ. ഓക്കെ, ആയി വാ. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. ഇങ്ങനെ പറയേണ്ട പറ്റില്ല. സൂപ്പറാണ്. Day by day we push away, never stop, we find our way. Move so fast, we make it last. Chasing time, it's running past. We race the sun, no time to stray. Burning bright, we light the day. Through the fire, come away. Keep the rhythm all the way. അങ്ങനെ നമ്മളിത് എല്ലാം ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് 2-3 സ്ഥലം കൂടെ വിസിറ്റ് ചെയ്യാനുണ്ട്. ചെറിയൊരു മഴയുണ്ട്, എന്നാലും കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ശരണേ? ഇഷ്ടപ്പെട്ടോ? I love too hard. That girl got a problem, she love too hard. Says she needs somebody who go too far. She don't need nobody, she love who she are. Oh girl, I'm a problem, I love too hard. That girl got a problem, she love too hard. Says she needs somebody who go too far. She don't need nobody, she love who she are. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഏതോ മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് കൺട്രീസിലാണ് നിൽക്കുന്നത്. നോക്ക്, കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ഡെസേർട്ടിൽ നിൽക്കുന്നവർ തന്നെ ഉണ്ട്. നോക്ക്, പക്ഷേ ഇത് ന്യൂസിലൻഡിൻ്റെ നോർത്തേൺ പാർട്ടാണ്. കേപ്രിങ്കയ്ക്ക് അടുത്തുള്ള ജയൻറ്റ് സാൻഡ് ഡ്യൂൺസ് ആണ്. ഇവിടെ മൊത്തം സാൻഡ് ഡ്യൂൺസ് ആണ്. നോക്ക് എൻ്റെ ബാക്കിൽ. സോ നോക്ക്, ഭയങ്കര രസമാണ്, ഒരു രക്ഷയില്ല കാണാൻ. Hope you're having a good Easter holidays, my man. Travelling the Tukaki Giant Sand Dunes, far north, here with Dave and Rose Sansiv. Kia ora, brothers, big loves. Ka kite, brothers. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഈ ഡ്യൂൺസിലുള്ള സർഫിങ്. നമ്മൾ ഗൾഫ് കൺട്രീസിലൊക്കെ ചെയ്യാറുള്ളതാണ്. അത് ഇവിടെ ഉണ്ട്. നമുക്ക് സർഫ് ചെയ്യാൻ പറ്റും ഈ സാൻഡിൽ കൂടെ. ഭയങ്കര രസമാണ് കേട്ടോ. പക്ഷേ ഇപ്പം കുറച്ച് വെറ്റായിട്ട് കിടക്കുകയാണ്. ചെറിയൊരു ഡ്രിസ്ലിംഗ് ഉണ്ടായിരുന്നതുകൊണ്ട് സാൻഡിലെല്ലാം കുറച്ച് വെറ്റാണ്. സോ കുറച്ച് പാടാം. അതുകൊണ്ട് ഞങ്ങളത് ചെയ്തില്ല, ജസ്റ്റ് പോയി കണ്ടു. അടിപൊളിയായിട്ടോ. അങ്ങനെ നമ്മൾ വേറൊരു സ്ഥലം കൂടി വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സ്പിരിറ്റ്സ് ഓഫ് ബേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റേഴ്സ് ഒരു ഗ്രാവൽ റോഡിൽ കൂടെ നമ്മൾ ഓടിയാലേ നമ്മൾ ആ സ്ഥലത്ത് എത്തത്തുള്ളൂ. അടിപൊളി സ്ഥലമാണെന്നാണ് കേട്ടത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു അവിടെ സൂപ്പറാണ്, മസ്റ്റ് വിസിറ്റ് ആണെന്നാണ് പറഞ്ഞത്. കുറച്ച് മഴയുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഈ ഗ്രാവൽ റോഡ് ആയതുകൊണ്ട് 15 കിലോമീറ്റേഴ്സും ത്രൂ ഔട്ട് ഗ്രാവൽ റോഡാണ്. അതുകൊണ്ട് ഇച്ചിരി പ്രശ്നമാണ് ഡ്രൈവ്. വരുന്നവരൊക്കെ അത് നോക്കി വരിക. എന്തായാലും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. ഓക്കെ, യാ.
ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലമാണ് സ്പിരിറ്റ് ഓഫ് ബേ എന്ന് പറഞ്ഞത്. ഇവിടെ ഭയങ്കര വ്യൂ ആണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, ഇവിടുന്ന് കുറച്ച് ദൂരെയാണ്. അവിടെ എല്ലാം ഫുള്ള് നിൽക്കുന്ന ഹോഴ്സസാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് ഇത്ര ക്ലിയർ അല്ല, ചെറിയ മഴയുണ്ട്. അവിടെ എല്ലാം ഹോഴ്സസാണ് നിൽക്കുന്നത്. ഇഷ്ടം പോലെ ഹോഴ്സസ് ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കുറേ ട്രാവൽ ചെയ്തു ഞങ്ങൾ, എന്നാലും നല്ല രസമുണ്ട് കേട്ടോ. ഇത് വരുന്നവരുണ്ടെങ്കിൽ മിസ് ചെയ്യരുത്. കുറച്ച് ഗ്രാവൽ റോഡാണ്, പക്ഷെങ്കിൽ നല്ലൊരു വൈബുള്ള പ്ലേസാണ് കേട്ടോ. ഇവിടെ വന്ന് ഇവിടെ ക്യാമ്പ് ചെയ്യാനുള്ള സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്പോട്ടാണ്. അങ്ങനെ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമായിരുന്നു. ഏകദേശം 9 മണി സമയമായി. അപ്പോൾ നമ്മുടെ കൈക്കോഹെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്തത്. ഇവിടെ നിന്ന് ഇനി ഒരു 3 hours കൂടെ ഉണ്ട്. നമ്മുടെ 3.5 hours കൂടെ ഡ്രൈവ് ഉണ്ട് നമ്മൾ ഓക്ലൻഡിലോട്ട് എത്താൻ വേണ്ടി. ഇതൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ഫുഡാണ്. ഈ വഴിയൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കയറാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഇത് പരിചയപ്പെട്ടത്. സ്പൈസ് കിങ് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് എന്നാണ് അതിൻ്റെ പേര്. അത് ഗൂഗിൾ ചെയ്താൽ കിട്ടും നിങ്ങൾക്ക്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾ നാനും ബട്ടർ ചിക്കനും ഒക്കെ ട്രൈ ചെയ്തായിരുന്നു. എന്തായാലും നിങ്ങൾ ഈ വഴി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇവിടെ കയറാം. 9 മണി 9:30 വരെ ഉണ്ട് ഇത് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മുടെ കേപ്രിങ്ക ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു 12:30-1 മണിയോടുകൂടി ഓക്ലൻഡിലെത്തി. ഒരു രക്ഷയില്ലാത്ത ട്രിപ്പായിരുന്നു. നല്ല അടിപൊളി ഡ്രൈവ് ആയിരുന്നു. സ്ട്രെയിറ്റ് കേപ്രിങ്ക ടു ഓക്ലൻഡ് ഏകദേശം 5 hours ഡ്രൈവ് ആയിരുന്നു. നിർത്താതെ വരുവാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 6 hours എടുത്തു. എന്തായാലും പോകുന്നവർക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ കൂടെ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. സൈനിങ് ഔട്ട് ആൻഡ് ഫ്രം ടോക്ക് ട്രാവൽ ടേസ്റ്റ്. ബൈ.